രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അടൂരിലെ വീട്ടിൽ നടത്തിയ ഈ വാർത്താ സമ്മേളനത്തിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അല്പസമയത്തിനകം ചേരും. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയും ചേരും. ന്യൂസ് ഡെസ്കിൽ നിന്നും തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്നും രണ്ടുപേർ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുകയുണ്ടാവും. രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഒന്ന് വീടിൻ്റെ മുമ്പിൽ വന്ന് സംസാരിച്ചു. അതിനുശേഷം ഇത്രമേ പറയാനുള്ളൂ, ബാക്കിയുള്ള ദിവസങ്ങളിൽ പറയാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി വീണ്ടും തിരികെ വന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിച്ചു. രാജിക്കാര്യവുമായി ബന്ധപ്പെട്ടോ തനിക്കെതിരെ ഉയർന്നു വന്ന ഗുരുതരമായ ആരോപണങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ വ്യക്തത വരുത്തിയില്ല. അതേക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ല. ഏകപക്ഷീയമായിട്ട് തനിക്ക് പറയാനുള്ളത് മാത്രം പറയുകയായിരുന്നു. തിരിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ അകത്തേക്ക് പോവുകയുണ്ടായി. ട്രാൻസ്ജെൻഡർ യുവതിയായിട്ടുള്ള അവന്തികയുമായി ബന്ധപ്പെട്ട ഓഡിയോ ക്ലിപ്പ്, അതുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. അവന്തിക ഒരു തരത്തിലുള്ള ആരോപണവും മുന്നോട്ട് വയ്ക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ അവന്തിക തന്നെ വിളിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവാദമുണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ടർ ചോദിച്ച കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ആ കാര്യത്തിൻ്റെ ഓഡിയോ ക്ലിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവെക്കുകയും ചെയ്തു. അതായത് അവന്തികയെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിവാദമുണ്ടാക്കാൻ മാധ്യമപ്രവർത്തകർ, ഒരു റിപ്പോർട്ടർ ശ്രമിച്ചു. മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്നതാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ. ഇതേപോലെ തന്നെ ആയിരിക്കും മറ്റുള്ള കാര്യങ്ങളും. അവയെക്കുറിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിൽ സൂചിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. അതിൻ്റെ അർത്ഥം രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ആരോപണത്തിൽ, അവന്തികയുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ വിശദീകരണം നൽകുന്നു. ബാക്കിയുള്ള കാര്യങ്ങളിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ വിശദീകരണം ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം രാജി ഇല്ല എന്ന കൃത്യമായിട്ടുള്ള സൂചനയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ആ രീതിയിലുള്ള വിശദീകരണം നൽകുന്നു. അതുല്യ രാമേന്ദ്രൻ ചേരുന്നു. അടൂരിലെ വീട്ടിൽ നടന്ന ഈ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വ്യക്തമാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിന് തുടക്കം മുതൽ ഒടുക്കം വരെ ഏതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ? ബനേഷ്, പ്രധാനമായും ഒരു രാജ്യപ്രഖ്യാപനം ഇന്ന് ഉണ്ടാകുമോ എന്നുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു മാധ്യമ സമ്മേളനത്തിൽ എല്ലാവരും കാത്തിരുന്നത്. എങ്കിലും അത്തരത്തിലുള്ള തീരുമാനങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാതെ ഒരൊറ്റ ആരോപണത്തിൻ്റെ മേലുള്ള പ്രതിരോധം തീർത്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇന്ന് അതിൽ സംസാരിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, അവന്തിക എന്ന് പറയുന്ന കൊച്ചിയിൽ തന്നെ സ്ഥിരതാമസമുള്ള ഒരു ട്രാൻസ് വുമൺ രാഹുലിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. തന്നെ പലയിടങ്ങളിലും കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യണമെന്ന് അയാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലൊരു ആരോപണം അവന്തിക എന്ന ട്രാൻസ് വുമൺ ഉന്നയിച്ചിരുന്നത് വലിയ ചർച്ചയായിരുന്നു. എന്നാൽ ആ ആരോപണങ്ങളിൽ അതൊന്നും തന്നെ യാഥാർത്ഥ്യമല്ല എന്നും മറിച്ച് അവന്തിക തന്നെ അവ തിരുത്തി പറഞ്ഞിട്ടുണ്ട് എന്നും തെളിയിക്കുന്ന ചില ഓഡിയോ ക്ലിപ്പുകളും അതുപോലെ തന്നെ ഫോൺ സംഭാഷണത്തിൻ്റെയും വാട്സപ്പ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സംസാരിച്ചതിൻ്റെ അതിൻ്റെ വിവരങ്ങളുമാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത്. അവിടെ കൂടിയിരിക്കുന്ന മാധ്യമപ്രവർത്തകരെ ഇത്തരത്തിൽ ഈ അവന്തികയും അതുപോലെ തന്നെ ഒരു റിപ്പോർട്ടറും തമ്മിൽ നടന്ന സംഭാഷണത്തിൻ്റെ ദൃശ്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും നൽകുകയാണ് ചെയ്തത്. ഓഗസ്റ്റ് 1 ഇത്തരത്തിൽ അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിളിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് വിളിച്ചതല്ല, മറിച്ച് അവന്തിക തന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിലൊരു റിപ്പോർട്ടർ തന്നെ സമീപിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA-ക്കെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരാതികളോ ആരോപണങ്ങളോ എന്തെങ്കിലും ഉന്നയിക്കാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ സമീപിച്ചിരുന്നു എന്ന് അവന്തിക രാഹുലിനെ അറിയിച്ചു എന്നാണ് പറയുന്നത്. അതിനെ തുടർന്ന് നടത്തിയ സംസാരിക്കുന്നതിൻ്റെ ഈ റിപ്പോർട്ടറും അവന്തികയും തമ്മിലുള്ള സംസാരത്തിൻ്റെ വിശദാംശങ്ങളും അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ കാണിക്കുകയുണ്ടായി. ആരാണ് വിളിച്ചത്, അല്ലെങ്കിൽ ഏത് നമ്പറിൽ നിന്നാണ് ഇത്തരത്തിൽ അവന്തിക എന്ന് പറയുന്ന അവർക്ക് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ വന്നത് എന്നൊന്നും പുറത്തുവിടാത്തത് അവരുടെ സ്വകാര്യതയെ മാനിച്ചാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ചേട്ടനെ കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് നേരിട്ട് വിളിച്ച് കാര്യം പറഞ്ഞത് എന്ന് അവന്തിക പറഞ്ഞതായും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. അദ്ദേഹം പറയുന്നത്, പ്രത്യേകിച്ച് യാതൊരു പ്രശ്നവും അല്ലെങ്കിൽ തൻ്റെ പേരിൽ ഒരു ആരോപണവും ഇല്ലാതിരുന്ന ഒരു സമയത്ത് ഒരു റിപ്പോർട്ടർ വളരെ ആസൂത്രിതമായി അല്ലെങ്കിൽ കൃത്യമായൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് അവന്തികയെ സമീപിക്കുകയും ഇത്തരത്തിൽ ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു റൂമർ ക്രിയേറ്റ് ചെയ്യുകയുമായിരുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ CPM-ന്റെ പ്രചണ്ഡ പ്രചാരണമാണിത് എന്നുള്ളൊരു വാചകമാണ് അയാൾ ഉപയോഗിച്ചത്.
എന്തായാലും പാർട്ടിയെ താൻ പ്രതിസന്ധിയിലാക്കില്ല എന്നും ഇത്തരത്തിൽ ഇതിൻ്റെ പേരിൽ ഈ ആരോപണങ്ങളുടെ ഒന്നും പേരിൽ തന്നെ ആർക്കും ന്യായീകരിക്കേണ്ടി വരില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയുണ്ടായി. അതുപോലെ തന്നെ രാജി അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും മറ്റ് നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്, മറ്റ് നിരവധി വിശദാംശങ്ങൾ നൽകേണ്ടതുണ്ട്. അതിനെല്ലാം വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവച്ചേക്കും, അല്ലെങ്കിൽ ആ ഒരു രാജി പ്രഖ്യാപനം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്താ സമ്മേളനമായിരിക്കുമോ എന്നൊരു സംശയം എല്ലാം വാർത്താ സമ്മേളനം ആരംഭിക്കുമ്പോൾ ഉണ്ടായിരുന്നുവെങ്കിലും അവയിലേക്കൊന്നും പോകാതെ ഈ ഒരൊറ്റ ആരോപണം, അവന്തിക എന്ന കൊച്ചിയിൽ നിന്നുള്ള ട്രാൻസ് വുമൺ ഉന്നയിച്ച ഒരു ആരോപണം അത് തെറ്റായിരുന്നു എന്നും അത്തരത്തിലൊന്നും നടന്നിട്ടില്ല എന്നും മാത്രം പറഞ്ഞുകൊണ്ട് ആ ആരോപണത്തിനെ ഡിഫെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനുള്ള പ്രതിരോധം തീർത്തുകൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു വാർത്താ സമ്മേളനമായിരുന്നു നടന്നത്. രാജി അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഉറപ്പ് അല്ലെങ്കിൽ അതിലൊരു തീരുമാനം അറിയാൻ എന്തായാലും നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കാര്യത്തിൽ തന്റെ നിലപാട് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. മനേഷ്, അതായത് അവന്തികയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാനും അതിൽ തനിക്കെതിരെ ഗൂഢാലോചന നടത്തി മാധ്യമപ്രവർത്തകർ എന്ന് വാദിക്കാനും ആണ് ഈ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതായത് അടൂരിലെ അടച്ചിട്ട വീട്ടിൽ അകത്തിരുന്ന് ഈ ഒരു കാര്യം കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ പറയാം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ആരോപണങ്ങൾ, ഗർഭഛിദ്രമടക്കമുള്ള ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഓഡിയോ ക്ലിപ്പ്, അത്തരം ഓഡിയോ ക്ലിപ്പുകളുടെ മുകളിൽ മറ്റ് ഓഡിയോ ക്ലിപ്പുകൾ നിരത്തിക്കൊണ്ടുള്ള വിശദീകരണം നൽകിക്കൊണ്ട് താൻ വേട്ടയാടപ്പെടുകയാണ് എന്ന് വാദിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിൽ ഒന്നൊന്നായി ബാക്കിയുള്ള ദിവസങ്ങളിൽ പറയാം എന്ന് പറയുന്നതിലൂടെ ഇന്ന് രാജിയില്ല, ഉടൻ രാജിയില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അങ്ങനെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലും പാർട്ടിയുടെ മുമ്പിലും ഇതാ തനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്, ഒരു മാധ്യമ വേട്ട ഇവിടെ നടക്കുന്നു, ഒരു മാധ്യമ സിൻഡിക്കേറ്റ് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നു, തന്നെ കൊടുക്കുന്നതിന് വേണ്ടി ആ രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ശ്രമങ്ങൾ ഒന്നൊന്നായി അഴിച്ച് കാണിക്കാൻ തനിക്ക് സമയം വേണ്ടിയിരിക്കുന്നു. ആ സമയം പാർട്ടി എനിക്ക് തരണം. അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്നുള്ള നിലയ്ക്കാണ് അവന്തികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് എന്നാണ് ഇതിൻ്റെ ധ്വനി എന്ന് പറയാമോ അതുല്യ? തീർച്ചയായും ബനേഷ്, ഇത്തരത്തിൽ ആരോപണങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ പരാതികളുടെ പെരുമഴ പ്രവാഹമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആ ആരോപണങ്ങളിൽ വെച്ച് താരതമ്യേന ഏറ്റവും തീവ്രത കുറഞ്ഞ ഒരു ആരോപണം മാത്രം തിരഞ്ഞെടുത്ത് ആ ആരോപണത്തിനൊരു പ്രതിരോധം ചമച്ചാണിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിലെത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതൊരു രീതിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നയാളെ വേട്ടയാടാനുള്ള ഏതെങ്കിലും ഒരു തരത്തിൽ പറയുന്നതല്ല, മറിച്ച് ഇത്രയും ദിവസത്തെ സംഭവങ്ങളുടെ പരമ്പര നോക്കുകയാണെങ്കിൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതിലധികം തെളിവുകൾ എന്ന് പറയപ്പെടുന്ന ഡിജിറ്റലായിട്ടുള്ളതും അല്ലാത്തതുമായ തെളിവുകളടക്കം നിർത്തിക്കൊണ്ടുള്ള മറ്റ് നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. പേര് പറയാതെയുള്ള ഒരു യുവ നടിയുടെ പരാമർശം, അത് കഴിഞ്ഞ് ഒരു ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കമുള്ള ഒരു എഴുത്തുകാരിയുടെ അനുഭവം പങ്കുവയ്ക്കൽ, അത്തരത്തിൽ നിരവധിയായിട്ടുള്ള തെളിവുകളടക്കം ഓഡിയോ ക്ലിപ്പുകളും സന്ദേശങ്ങളും ടെലിഗ്രാം അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്ക്രീൻഷോട്ടുകളും അടക്കമുള്ള നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടും അവയിൽ നിന്നെല്ലാം ഈ ഒരു ആരോപണത്തെ മാത്രം ഇത്ര കൃത്യമായി തിരഞ്ഞെടുത്തു എന്നുള്ളത് പ്രതിരോധം ചമയ്ക്കാൻ ഏറ്റവും എളുപ്പമുണ്ടായിരുന്ന ആരോപണം ഇതായിരുന്നു എന്നുള്ളതാണ്. അത് കൃത്യമായും ഒരു വിശകലനം ചെയ്യാൻ കഴിവുള്ള ഏതൊരാൾക്കും സ്വയമേവ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നുകൂടിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായും രാജിയിലേക്ക് പോകുന്നത്, അതല്ലെങ്കിൽ ശാസ്ത്രീയമായി നിയമ വഴിയിലൊരു തെളിവുകൾ നിരത്തിക്കൊണ്ട് ഇതിനെ നേരിടുന്നതിലോ ഒക്കെ അപ്പുറം ഇത്തരത്തിൽ ക്യാപ്സ്യൂളുകൾ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുള്ള പ്രതിരോധ ക്യാപ്സ്യൂളുകൾ ഇറക്കിക്കൊണ്ട് ഇതിനെ നേരിടാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കൃത്യമായും ആദ്യ ദിവസം ഇതേ സമാനമായ രീതിയിൽ ഉച്ചയ്ക്കൊരു വാർത്താ സമ്മേളനം നടത്തി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു എന്ന് പറയുന്നു. ഇതുവരെ ആരും പരാതി നൽകിയിട്ടില്ല, നിയമവഴി
തനിക്ക് തൻ്റെ നിരപരാധിത്വം തെളിയിക്കും, നിയമത്തിന് മുന്നിൽ നിരപരാധിത്വം തെളിയിച്ചു കൊള്ളാം, നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു എന്നെല്ലാം പറഞ്ഞ ഒരാളാണ്. തനിക്കെതിരെ ഇത്രയധികം പ്രചരണങ്ങൾ നടന്നു എന്ന് അവകാശപ്പെടുമ്പോഴും തൻ്റേതെന്ന് പറയുന്ന വീഡിയോ ഓഡിയോ ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുമ്പോഴും അത് തൻ്റേതല്ല, തന്നെ മാധ്യമങ്ങൾ വേട്ടയാടുകയാണ്, അല്ലെങ്കിൽ ആരെല്ലാമോ തൻ്റെ പേരിൽ വ്യാജ ഓഡിയോ ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിയമവഴിയിലേക്ക് പോകാൻ ഇനിയും തയ്യാറായിട്ടില്ല എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ഇതിനോടകം 2-ലധികം ഓഡിയോ ക്ലിപ്പുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടേതെന്ന് പറയപ്പെടുന്നതായി പുറത്തു വന്നിട്ടുണ്ട്. ഈ 2 ഓഡിയോ ക്ലിപ്പുകളും തൻ്റേതല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതും, ആ ഓഡിയോ ക്ലിപ്പുകളെ കുറിച്ച് എന്തുകൊണ്ട് ഇന്ന് ഒരു വിശദീകരണം നൽകിയിട്ടില്ല എന്നുള്ളതും ചോദ്യങ്ങളായി തന്നെ അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ബനേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായി ഗൃഹപാഠം ചെയ്തുകൊണ്ട് ഒന്നൊന്നായി ആരോപണങ്ങളുടെ മുനയൊടിക്കുന്നത് ഇത്തരത്തിൽ വാർത്താ സമ്മേളനങ്ങളിലൂടെയും വിശദീകരണങ്ങളിലൂടെയും ആരോപണങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത് എന്ന് കൃത്യമായും നമുക്ക് പറയാവുന്നതാണ്. അതായത് ഒരു സ്വയമേവ എടുത്തിട്ടുള്ളൊരു കേസോ മറ്റോ ഇല്ലാതെ, അങ്ങനെയാണെങ്കിൽ അഭിഭാഷകരെ വെക്കുന്നു, അഭിഭാഷകരിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഇത് അഭിഭാഷകരടക്കമുള്ള വലിയ നിയമവിദഗ്ധരുടെ വിശദീകരണങ്ങളും ഉപദേശങ്ങളും ഒക്കെ കൊണ്ട് ഓരോ ഘട്ടത്തിൽ വാതിൽ തുറന്ന് പുറത്തു വരികയും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതിരിക്കുകയും ഏകപക്ഷീയമായിട്ട് ഒരു കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നത് പോലെ പറയുകയും ചെയ്തിട്ട് പിൻവാങ്ങുന്നു. മറുഭാഗത്ത് പാർട്ടിയിൽ KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ് എല്ലാവരും രാജി ആവശ്യപ്പെടുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ സമ്മർദ്ദമേറുന്നുവെന്ന് വരുത്തുന്നു. അതേസമയം രാജി ഇല്ലാതെയും ഇരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ജനങ്ങളോട് തനിക്ക് പറയാനുള്ളത് പറയുമെന്ന് പറയുന്നു. ജനങ്ങളോട് എവിടെ വെച്ചാണ് പറയുക? ജനങ്ങളോട് പറയണമെങ്കിൽ അത് കോൺഗ്രസിൻ്റെ MLA എന്നുള്ള നിലയ്ക്കായിരിക്കുമോ പറയുക? ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഒരു ഘട്ടത്തിൽ ഞാൻ ഇന്ന് രാവിലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ നമ്മളുടെ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് D ബിനോയോട് ചോദിക്കാൻ ആഗ്രഹിച്ചിട്ട് മനഃപൂർവ്വം ചോദിക്കാതെ വെച്ചത് വിഡിത്തമായി പോകുമോ എന്ന വിചാരത്തിൽ ചോദിക്കാതിരുന്നൊരു ചോദ്യം ഇപ്പോൾ തികട്ടി വരികയാണ്. അതായത് തമിഴ് മാനില കോൺഗ്രസ് എന്നൊക്കെ പറയുന്നത് പോലെ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം ഒരു പാർട്ടി ഉണ്ടാക്കി RM കോൺഗ്രസ് അല്ലെങ്കിൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു പാർട്ടിയിലേക്ക് പോകുമോ? അങ്ങനെ തനിക്ക് ജനങ്ങളോട് പറയാനുണ്ട് എന്നൊക്കെ പറയുന്നതിലൂടെ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു സന്ദേശമാണോ എന്ന് ഞാൻ കടന്നു കയറി ചോദിക്കുന്നു. പക്ഷേ അതിൻ്റെ ഉത്തരം നൽകണമെന്നില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജി ഇല്ല എന്ന് പരോക്ഷമായിട്ട് സൂചിപ്പിക്കുകയാണ്. രാജി ഉണ്ടാവും എന്നുള്ള വിചാരത്തിൽ എത്തിയ മാധ്യമപ്രവർത്തകരോട് രാജി ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെയും എന്തുകൊണ്ട് രാജിയില്ല എന്ന് വിശദമായിട്ട് ഒന്നൊന്നായിട്ട് കാര്യങ്ങൾ പറയുന്നതിന് പകരം മറ്റു വിഷയങ്ങളെ ഒന്നും സ്പർശിക്കുകയോ ആ വിഷയങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ മാധ്യമപ്രവർത്തകരെ അനുവദിക്കാതിരിക്കുകയോ ചെയ്തുകൊണ്ട് ഏകപക്ഷീയമായിട്ട് ഒരു കാര്യം സൂചിപ്പിച്ച് പിൻവാങ്ങുകയാണ് ചെയ്തത്. ഈ ഒരു കാര്യത്തിൽ മാധ്യമപ്രവർത്തകരെ കാണേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അത് അയച്ചു കൊടുത്താൽ മതിയായിരുന്നു മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഈ അവന്തികയുടെ വിശദീകരണവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ മാധ്യമങ്ങളെ കണ്ടു എന്ന് പോലും പറയാൻ കഴിയില്ല. ഈ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയധികം സമ്മർദ്ദം, അതായത് ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർ, സ്വന്തം പാർട്ടിയിലെ വനിതാ MLAമാരായിട്ടുള്ള ഉമാ തോമസ് അടക്കമുള്ളവർ ഒരു നിമിഷം പോലും ഇനി ആ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല, രാജിവെക്കണമെന്ന് കൃത്യമായിട്ട് ഇന്ന് രാവിലെ മുതൽ സംസാരിച്ചിട്ടും ആ MLA ഇപ്പോഴും താൻ MLA ആയിട്ട് തന്നെ നിൽക്കുന്നു, MLA ആയിട്ട് തന്നെ മറുപടി പറയുന്നു, MLA ആയിട്ട് തന്നെ തുടരും, അടുത്ത ദിവസങ്ങളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് പിൻവാങ്ങിയിരിക്കുന്നത് ഇത് വലിയ രീതിയിലുള്ള ജനാധിപത്യ വിരുദ്ധതയുടെ പ്രകടനമായിട്ട് സൂചിപ്പിക്കപ്പെട്ടേക്കാം. അതുല്ല. തീർച്ചയായും മനേഷ്, എല്ലാവിധ കേന്ദ്രങ്ങളിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജിക്കുള്ള സമ്മർദ്ദമേറുകയാണ് എന്നുള്ള വാർത്തയാണ് രാവിലെ മുതൽ എല്ലായിടത്തു നിന്നും സംപ്രേഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഉച്ചയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജി ഉടൻ എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരുന്നു. ഈ വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേതുപോലെ ഈ 1:27 വരെ താൻ രാജിവെച്ചിട്ടില്ല, 1:30 രാജിവെക്കുകയാണ് എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ 2:20 വരെ രാജിവെച്ചിട്ടില്ല, ഇതാ 3 മണിക്ക് ഞാൻ MLA സ്ഥാനം രാജിവെക്കുകയാണ് എന്ന് ഒരുപക്ഷെ അദ്ദേഹം പറയുകയുണ്ടാകും എന്നുള്ള ഏറെക്കുറെ ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് മിക്ക മാധ്യമങ്ങളും ഇന്ന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ രാജി വെക്കാനുള്ള സമ്മർദ്ദം തനിക്ക് ഉണ്ടാക്കുന്നത് മാധ്യമങ്ങളാണ് എന്നുള്ള രീതിയിലായിരുന്നു രാഹുലിൻ്റെ സംസാരം മുഴുവൻ പോയത്. കൃത്യമായും താൻ മാധ്യമ വിചാരണയ്ക്ക് ഇടയാവുകയാണ് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഈ പറയുന്ന സ്ക്രീൻഷോട്ടുകളും അതുപോലെ തന്നെ ഓഡിയോ സന്ദേശങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമാക്കുന്ന സമയത്ത് പോലും അയാൾ ആവർത്തിച്ച് പറഞ്ഞത്
കൃത്യമായും പ്രൊപ്പഗാൻഡയാണ്, അല്ലെങ്കിൽ താൻ ലക്ഷ്യം വെക്കപ്പെടുകയാണ്. CPM അടക്കമുള്ളവർ വലിയ രീതിയിൽ ഇതിനെ ഏറ്റെടുത്ത് പ്രചണ്ഡ പ്രചരണം നടത്തുന്നത് തന്നെ ഇരയാക്കാനാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ഭാഗത്തു നിന്നും രാഷ്ട്രീയപരമായി താൻ വേട്ടയാടപ്പെടുകയാണ്, മാധ്യമങ്ങളിലൂടെ താൻ വേട്ടയാടപ്പെടുകയാണ്, പൊതുജനങ്ങൾക്ക് മുന്നിൽ മാധ്യമങ്ങൾ തന്നെ വിചാരണ ചെയ്യുകയാണ് എന്നുള്ള ഒരു പ്രതിരൂപം ഉണ്ടാക്കിയെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമം നമുക്ക് ഈ വാർത്താ സമ്മേളനത്തിൽ കാണാൻ കഴിയാം എന്ന് തന്നെ പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഒരു ജനപ്രതിനിധിയായിരിക്കെ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകളിലേക്ക് പോകാതെ കൃത്യമായും സ്പഷ്ടമായും ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയും എന്നിരിക്കെ എന്തിനാണ് ഇത്തരത്തിൽ മുറിച്ചുകൊണ്ടുള്ള ശബ്ദശകലങ്ങളും അതുപോലെ തന്നെ ഓരോ എപ്പിസോഡുകളായിട്ടുള്ള വാർത്താ സമ്മേളനങ്ങളും പോലുള്ള ഗിമ്മിക്കുകളിലേക്ക് പോകുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ രാജിയിലേക്ക് ഇന്നല്ല, ഒരുപക്ഷെ ഉടനെ ഒന്നും രാജി ഉണ്ടായേക്കില്ല. നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള സമ്മർദ്ദവും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളുടെ പ്രതികരണങ്ങളും എല്ലാം എവിടേക്കായിരിക്കും എത്തിക്കുക എന്നുള്ളതെല്ലാം തന്നെ വെറും ചോദ്യങ്ങളായി അവശേഷിക്കുക തന്നെ ചെയ്യും എന്നാണ് ഏറെക്കുറെ ഇപ്പോഴത്തെ ഒരു പോക്ക് വെച്ച് നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയുന്നത്. എന്തായാലും കോൺഗ്രസിലെ തന്നെ യൂത്ത് കോൺഗ്രസിലെയും അതുപോലെ തന്നെ കോൺഗ്രസിലെയും തന്നെ നിരവധി വനിതാ നേതാക്കളടക്കമുള്ളവർ രാഹുലിൻ്റെ രാജി വളരെ സ്പഷ്ടമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇതിൽ ഏറെക്കുറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോപണ വിധേയനായിട്ടുള്ള ഒരാൾ, നിരന്തരം കൂടുതൽ ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരാൾ ഇനിയും ജനപ്രതിനിധിയായി തുടരുന്നതിൽ അർത്ഥമുണ്ടോ എന്നുള്ളതിൽ ഒരു കൃത്യമായ നിലപാട് എന്തായാലും കോൺഗ്രസ് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ രാജിവെക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ രാജി ആവശ്യപ്പെടാൻ നേതൃത്വം തയ്യാറാകുമോ എന്നതാണ് ഇനി ഇന്നത്തെ ദിവസം നമുക്ക് അറിയാൻ ബാക്കിയുള്ളത്. മനീഷ്, ശരി, അതുല്യാണ് വിവരങ്ങൾ നൽകിയത്. രാജിവെക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തന്നെ കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ് ട്രാൻസ് വിമൺ തനിക്ക് മുന്നറിയിപ്പ് നൽകിയതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ശബ്ദ സന്ദേശമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സ്വന്തം അടൂരിലെ വീട്ടിന് മുന്നിൽ വെച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ മൈക്കുകൾക്ക് മുന്നിൽ ശബ്ദം കേൾപ്പിച്ചത്. രാജിവെക്കില്ല എന്നുള്ള സൂചനയാണ്, തന്നെ കൊടുക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ട്രാൻസ് വിമൺ മുന്നറിയിപ്പ് നൽകിയെന്നുള്ള ശബ്ദ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. തനിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ എന്നുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വന്നിട്ട് ആകെ പറഞ്ഞ കാര്യം താൻ കാരണം പാർട്ടിയും പാർട്ടി പ്രവർത്തകരും പ്രതിസന്ധിയിലാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. താൻ കാരണം ആരും തലകുനിക്കേണ്ടി വരരുത്, പാർട്ടിയും പ്രതിസന്ധിയിലാകരുത്. യുവതികളുടെ ആരോപണങ്ങൾക്കിടെ രാഹുലിൻ്റെ രാജിക്കായി മുറവിളി ഉയരുന്നതിനിടെ അടൂരിലെ വീട്ടിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത് രാജിയിലേക്കോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളിലുമുള്ള മറുപടികളിലേക്കോ ആണ് നീങ്ങുന്നത് എന്നാണ് തോന്നിപ്പിച്ചതെങ്കിലും അതൊന്നും ഉണ്ടായിരുന്നില്ല. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ട്രാൻസ് വുമൺ അവന്തികയെക്കുറിച്ച് പറഞ്ഞാണ് രാഹുൽ തുടങ്ങിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി മെസ്സേജ് അയച്ചു എന്നായിരുന്നു ട്രാൻസ് വ്യക്തിയായിട്ടുള്ള അവന്തികയുടെ ആരോപണം. ആ ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് അവന്തിക വിളിച്ചിരുന്നു, തന്നെ കൊടുക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അവകാശപ്പെട്ടു. ഓഗസ്റ്റ് 1 അവന്തികയുമായി നടന്ന സംഭാഷണത്തിൻ്റെ ശബ്ദരേഖ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പങ്കുവെക്കുകയും ചെയ്തു. അവന്തികയും ചാനലിലെ മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പുറത്തുവിട്ടത്. എന്തായാലും ഈ ഒരു മാധ്യമങ്ങളെ കണ്ട കാര്യം KPCC നേതൃത്വമോ പ്രതിപക്ഷ നേതാവോ ഒക്കെ അറിഞ്ഞിരുന്നോ എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട സംശയമാണ്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മാധ്യമ പ്രവർത്തകരെ ഇപ്പോൾ കാണാൻ പോകുന്ന കാര്യവും അതിലെന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള കാര്യവും ഒക്കെ നേതൃത്വം അറിഞ്ഞിരുന്നോ എന്നുള്ളതാണ്. ഈ ഒരു മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വന്ന് ഈ ഒരു ക്ലിപ്പുകൾ പുറത്ത് വിട്ടതിൻ്റെ തൊട്ട് പിറകെ വീണ്ടും നേതാക്കൾ ആശയ സംവാദം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ഭാഗത്ത് ഒരു വാർത്തയായിട്ട് പുറത്തു വരുന്നുണ്ട്. നേതാക്കൾ ആശയ കൈമാറ്റം നടത്തുകയാണ്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഉള്ള ചർച്ചകൾ ഇപ്പോൾ കൂടിയാലോചനയുടെ രൂപത്തിൽ വിവിധ ഇടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഞാൻ കാരണം പ്രവർത്തകർക്ക് തലകുനിക്കേണ്ടി വരില്ല എന്നുള്ള രീതിയിലാണ്. ആ തലകുനിക്കേണ്ടി വരില്ല എന്ന് പറയുന്നതിലൂടെ രാജിവെക്കും എന്നതിൻ്റെ സൂചനയാണോ അതോ തലകുനിക്കേണ്ടി വരാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് പറയാൻ തൻ്റെ പക്കൽ തെളിവുകളുണ്ട്, ബാക്കിയുള്ള ദിവസങ്ങളിൽ അതെല്ലാം വ്യക്തമാക്കും എന്നാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തനിക്കെതിരെ പേര് പറഞ്ഞ ആരോപണം ഉന്നയിച്ചത് സുഹൃത്തായിട്ടുള്ള ട്രാൻസ്ജെൻഡർ അവന്തികയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഓഗസ്റ്റ് 1 രാത്രിയാണ് അവന്തിക ഫോണിൽ വിളിച്ചത്. എന്നിട്ട് തന്നെ, അതായത് അവന്തികയെ ഒരു റിപ്പോർട്ടർ വിളിച്ചിരുന്നുവെന്നും
രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായോ എന്ന് ചോദിച്ചതായും അവന്തിക തന്നോട് പറഞ്ഞതായി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. അപ്പോൾ CPM വാലും തലയുമില്ലാത്ത ആരോപണം എനിക്കെതിരെ ഉന്നയിക്കുന്ന സമയമായിരുന്നു. ചേട്ടനെ കൊടുക്കാൻ ശ്രമമുണ്ട് എന്ന് അവന്തിക പറഞ്ഞു. ഞാൻ അവന്തികയെ അങ്ങോട്ട് വിളിച്ചതല്ല, ഇങ്ങോട്ട് വിളിച്ചതാണ്. അവന്തിക കോൾ റെക്കോർഡ് ചെയ്തു എന്ന് എന്നോട് പറഞ്ഞു. ആ റെക്കോർഡിംഗ് ഞാൻ ചോദിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ സുഹൃത്താണ്, മോശമായി സംസാരിച്ചിട്ടില്ല എന്ന് അവന്തിക പറയുന്ന ഓഡിയോ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. KC വേണുഗോപാൽ കോൺഗ്രസ് നേതാവ് പ്രതികരിച്ചിരിക്കുന്നു. ഇത് കൃത്യമായിട്ടുള്ള തീരുമാനമുണ്ടാവും, ഒരു സംശയമില്ല എന്നാണ് KC വേണുഗോപാൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്താ സമ്മേളനം എന്നതിനെ പറയാൻ കഴിയില്ല, ഏകപക്ഷീയമായിട്ട് ആണ് ആ ഒരു സംഭാഷണം നടന്നിരിക്കുന്നത്. ഒരു ഇടവേളയിലേക്ക് പോയിട്ട് ഈ വാർത്തകളിലേക്ക് തിരികെ എത്താം. ശരിയായ വില, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ